ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബിഗ് ബോസ് മലയാളം സീസൺ 7 ഡേ 26 റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല, ലാലേട്ടൻ്റെ എപ്പിസോഡായിരുന്നു. അപ്പോൾ എനിക്കൊന്നും ഇനി വീക്കെൻഡ് എപ്പിസോഡ് സ്പെഷ്യലായിട്ട് വേറെ കാണിക്കുന്നുണ്ടാവില്ലായിരിക്കും. കാരണം ഇന്നലെ ലാലേട്ടൻ പറഞ്ഞിരുന്നു ഈ വീക്ക് നോ എവിക്ഷൻ ആണെന്ന്. അപ്പോൾ അത് കാരണം തന്നെ നമുക്ക് ഒട്ടും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തില്ല ആ ഒരു ഇത്. അപ്പോൾ നമ്മൾ ഇന്നലെ അത് കണ്ടു. ലാലേട്ടൻ വന്നിട്ട് എല്ലാവരോടും പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അവരുടെ ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ടും അവരുടെ എന്താ പറയുക അവർ ആ വീട്ടിനകത്ത് കാണിക്കുന്നതിനെ കുറിച്ചിട്ടും പിന്നെ അവർ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എല്ലാത്തിനെയും കുറിച്ചിട്ടും തന്നെ അത്യാവശ്യം നന്നായിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കണ്ടത് നമ്മൾ ജിസൈലിൻ്റെയും അനുമോലിൻ്റെയും തമ്മിലുള്ള ഒരു ഇഷ്യൂ ആണ് ലാലേട്ടൻ തുടക്കത്തിൽ തന്നെ ഇട്ടതും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ജിസൈൽ വെറുതെ അവിടെ നിൽക്കുകയായിരുന്നു, അനുമോള് കയറിയിട്ടാണ് ഒരു ഇഷ്യൂ ഉണ്ടാക്കിയത്. അപ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ ശരീരത്തിൽ ഒരാൾ തൊടുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ആൾ ഒബ്വിയസ്ലി അതിനെ റിയാക്ട് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യും. അതാണ് അവിടെ ജിസൈലും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ അനുമോള് കാരണം എന്താ പറയുക, മര്യാദയ്ക്ക് ടാസ്ക് എല്ലാം കളിച്ച് നിന്ന ജിസൈൽ ഇപ്പോൾ പെട്ടുപോയി എന്നുള്ളൊരു അവസ്ഥയായിപ്പോയി. കാരണം ലാലേട്ടൻ രണ്ടുപേർക്കുള്ള ഒരു പണിഷ്മെൻ്റ് ആയിട്ട് നെക്സ്റ്റ് വീക്കിലുള്ള ഡയറക്റ്റ് നോമിനേഷനിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവർക്ക് ജയിലിനകത്ത് 2 hours ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പണിഷ്മെൻറ്റാണ് ലാലേട്ടൻ കൊടുത്തത്. അപ്പോൾ ഈ ജയിൽ പണിഷ്മെൻറ്റിൻ്റെ തന്നെ ഞാൻ 24/7 ചെറിയൊരു പാർട്ട് കണ്ടിരുന്നു. അപ്പോൾ അതിനകത്ത് എന്താ പറയുക, ജിസൈൽ കുറച്ചും കൂടെ ഫ്രണ്ട്ലി ആയിട്ടാണ് അനുമോളോട് പെരുമാറുന്നെങ്കിൽ അനുമോള് ഭയങ്കര എഗ്രസീവായിട്ടാണ് ജിസൈലിനോട് എന്താ പറയുക, ജിസൈൽ പറയുന്ന ആ ഒരു ഇതിലോട്ട് എന്താ പറയുക ജിസൈലിനോട് റിയാക്ട് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. അതിനിടയ്ക്ക് ആരും വരുന്നുണ്ട് ജിസൈലിനോട് സംസാരിക്കാനൊക്കെ. അപ്പോഴൊക്കെ എന്താ പറയുക, ഒരു പുച്ഛം അല്ലെങ്കിൽ ഒരു ഇതായിട്ട് പോലെ, ഒട്ടും ഒരു താല്പര്യക്കുറവ്, അങ്ങനെയൊക്കെ സംസാരിക്കാൻ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലായ്മ, അങ്ങനെയൊക്കെ ആയിട്ടാണ് അനുമോളിൻ്റെ ഭാഗത്തു നിന്ന് ജിസൈലിനോടുള്ള റെസ്പോൺസ് പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ആവശ്യമില്ലാത്ത ഇഷ്യൂസാണ് അവിടെ അനുമോൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് ആ വീട്ടിനകത്ത്. അതുപോലെ തന്നെ ഇപ്പോൾ തൊട്ടേനും പിടിച്ചതിനൊക്കെ ഇപ്പോൾ അനുമോൾക്ക് കരച്ചിലാണ്. ഇപ്പോൾ ഇന്നലത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ തന്നെ അനുമോൾ കുറേ തവണ കരയാൻ വേണ്ടി പോയി. ഇപ്പോൾ പുതിയൊരു കാര്യം, ഇത്രയും നാൾ നമുക്ക് കരച്ചിൽ മാത്രം കണ്ടാൽ മതി, ഇപ്പോൾ പുതിയൊരു കാര്യം തുടങ്ങിയത് ശാപം ആണ് അനുമോളിൻ്റെ ഭാഗത്ത്. എനിക്ക് തോന്നുന്നു സീസൺ 6 ജാൻമണി നമ്മൾ കണ്ടിട്ടാണ് നടന്ന് ശപിക്കുന്നത്. ഒരു ട്രെൻഡ് ഇപ്പോൾ അനുമോൾ എടുത്ത് തോന്നുന്നു. കാരണം അപ്പാന് ശരത്തിനെയും അവരെയൊക്കെ നടന്ന് ശപിക്കണത് കൊണ്ട് ഓരോരോ കാര്യത്തിലാവുമ്പോൾ. അപ്പോൾ അത് കാരണം ഇനിയിപ്പോൾ അതും നമ്മൾ കാണേണ്ടി വരും തോന്നുന്നു ഇനി നെക്സ്റ്റ് എപ്പിസോഡ്സിൽ അനുമോളുടെ ശാപം കാര്യങ്ങളും. അപ്പോൾ ഇതായിരുന്നു മെയിനായിട്ട് ഇന്നലെ നമ്മൾ കണ്ടത്. ഇതിനെക്കുറിച്ചിട്ട് പറയുന്നുണ്ട് അക്ബറും അതേപോലെ വേറെ 1-2 പേരൊക്കെ അനുമോൾ ഇപ്പോൾ ശപിക്കാനും തുടങ്ങിയിട്ടുണ്ട് ഓരോരോ കാര്യങ്ങൾക്ക് എന്നുള്ളത്. അപ്പോൾ ലാലേട്ടൻ ഇവരെ കുറിച്ചിട്ട് എന്ത് പറഞ്ഞിരുന്നു. കാരണം എന്താ പറയുക, എത്രത്തോളം എനിക്ക് തോന്നുന്നു ഒരാൾ വേണ്ടാന്ന് വെച്ചാൽ മറ്റേ ആൾ വന്നിട്ട് ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടി വെക്കുകയാണ്. അനുമോൾ അതിനകത്ത് അതേപോലെ തന്നെ ഈ എപ്പിസോഡിൻ്റെ ഇടയ്ക്ക് നൂറയോടും അതിനോടും ഷെറ്റോടൊക്കെ പറയുന്നുണ്ട് ബിഗ് ബോസ് ഹ്യൂജ് എന്താ റെമ്യൂണറേഷൻ കൊടുത്തിട്ടാണ് അനുമോൾ ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത് മാക്സിമം. അപ്പം അത് കാരണം എന്താ പറയുക, ഇത് ഉണ്ടാക്കണം, അതിനകത്ത് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കണം, അവർക്ക് വേണ്ടിയിട്ടുള്ള കണ്ടൻറ് ഉണ്ടാക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. മേ ബി അനുമോൾ ഈ കരയുന്നതും ഇതൊക്കെ അതൊരു കണ്ടൻറ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുകയാണോ എന്ന് വരെ എനിക്കിപ്പോൾ ഒരു ഡൗട്ടായി തോന്നി. കാരണം അനുമോൾ തന്നെ പറയുന്നുണ്ട് മാക്സിമം കണ്ടൻറ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഈ കരഞ്ഞിരുന്നതിന് അതും ഒരു കണ്ടൻറ് ആണല്ലോ. ഇനിയിപ്പോൾ അതുകൊണ്ടാണോ ഈ ഇടയ്ക്കിടയ്ക്ക് കരച്ചിലും അതേപോലെ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസുമാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് തുടങ്ങി. പിന്നെ വേറൊന്ന് കണ്ടത് ആര്യൻ്റേതായിട്ടുള്ള ആ ഒരു നെഗറ്റീവ് അപ്രോച്ചും കാര്യങ്ങളാണ് ഇന്നലെ ലാലേട്ടൻ വേറെ ഡിസ്കസ് ചെയ്തത്. ആര്യനെ കുറിച്ച് അതുപോലെ ആര്യൻ്റെ കൈനാച്ചിൽ ലാലേട്ടനോടുള്ള ഇതേപോലെ ആ ഒരു തൊപ്പി വെക്കുന്നതിനെ കുറിച്ച്, ആ ഒരു കിരീടം വെക്കുന്നതിന് ആര്യൻ്റെ കുറേ ഡൗട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇത് ഉറങ്ങുമ്പോൾ വെക്കാൻ പറ്റുമോ, കുളിക്കുമ്പോൾ വെക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെ കുറേ. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ലാലേട്ടൻ ഇന്നലത്തെ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. ആവശ്യമില്ലാത്ത കുറേ ഡൗട്ട്സും കുറേ ആവശ്യമില്ലാത്ത നെഗറ്റീവ് അപ്രോച്ച്, അതേപോലെ പണിപ്പുരയിലോട്ട് കയറുമ്പോഴും റിവേഴ്സ് സൈക്കോളജി എന്നൊക്കെ പറഞ്ഞിട്ട് മടിച്ച് നിൽക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ ഇന്നലെ ലാലേട്ടൻ ആര്യനോടും പറയുന്നുണ്ടായിരുന്നു നേരെ കളിക്കാനൊക്കെ. പിന്നെ മൊത്തത്തിൽ എല്ലാവരോടും നല്ല തന്നെയാണ് പറയുന്നതും. അതേപോലെ നൂറയല്ല റന ഫാത്തിമയുടെ എന്താ പറയുക, മോളെ ഒരു വേർഡ് വിളിച്ചു. അതുപോലെ റന ഫാത്തിമേനെ കുറിച്ചിട്ടും പറയുന്നുണ്ടായിരുന്നു.
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള ചൈനീസ് വാക്കില്ല എന്നാണ് പിന്നെയും എല്ലാവരും പറഞ്ഞത്, ജസ്റ്റ് ഒരു പ്രാങ്കിന് വേണ്ടി പറഞ്ഞതാണെന്നുള്ളത്. അപ്പം മൊത്തത്തിൽ അതൊക്കെയായിരുന്നു ലാലേട്ടൻ ഇന്നലത്തെ എപ്പിസോഡിൽ. എല്ലാവർക്കും നന്നായി കൊടുത്തിട്ടുണ്ട്. അത് കാരണം ഇപ്പോൾ ഈ ഓണം വീക്കായത് കാരണം എവിക്ഷൻ ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ അനീഷ് നന്നായിട്ട് ആ ഷേച്ചാവതിപതി എന്നുള്ളൊരു ടാസ്ക് നന്നായി അനീഷ് കളിച്ചു. ബാക്കി ആരും, എനിക്കൊന്നും നവീനും അനീഷും ഒഴിച്ച് ഇവൻ ജിസൈലിന് പോലും നേരെ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല, അതിൻ്റെ ഇടയ്ക്ക് അനുമോളായിട്ടുള്ള ഇഷ്യൂ വന്ന കാരണം. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഇന്നലത്തെ എപ്പിസോഡിൽ. അനീഷും നവീനും നന്നായി കളിച്ചു. പിന്നെ നവീൻ ഷോ ക്വിറ്റ് ചെയ്ത് പോയതിനെ കുറിച്ചിട്ട് ലാലേട്ടൻ പറഞ്ഞിരുന്നു. ഇതങ്ങനെ നിങ്ങൾക്ക് പോകുമ്പോൾ ഇറങ്ങാനും പോകുമ്പോൾ കയറാനും പറ്റുന്നൊരു സ്പേസ് അല്ല ഇത്. ഇനി അങ്ങനെ പോവുകയാണെങ്കിൽ പോകാനേ പറ്റുള്ളൂ, തിരിച്ചകത്തേക്ക് കയറാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടൻ നവീനെയും വാൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നവീനെ മാത്രമല്ല വീട്ടിലെല്ലാവർക്കും വാൺ ചെയ്യുന്നുണ്ട്. കാരണം എപ്പിസോഡ് ഒരാൾ പ്രൊവോക്ക് ചെയ്തു വിചാരിച്ചിട്ട് എന്താ പറയുക, ഒന്നും ഇല്ലാണ്ട് അങ്ങനെ പെട്ടെന്ന് പോകാമെന്ന് വെച്ചാൽ അത് അത്ര നല്ലതല്ലോ. കാരണം അത്രയും നല്ലൊരു ഗെയിമറാണ് നവീനെ പോലെ ഒരാൾ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടും എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നലത്തെ മെയിനായിട്ട് നമ്മൾ കണ്ടത് എപ്പിസോഡിൽ. അപ്പോൾ ഇന്നത്തെ BB ലൈവിൽ ഞാൻ ചെറിയൊരു പോർഷൻ കണ്ടിരുന്നു. എനിക്ക് തോന്നുന്നു 5 വൈൽഡ് കാർഡ് എൻട്രീസാണ് ഈ വീക്ക് 5 വരുന്നത്. അതിനകത്ത് സീരിയൽ ആക്ട്രസ് ഉണ്ട്, പിന്നെ ഇൻ്റർവ്യൂ സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, ഇൻറ്റർവ്യൂസ് ഉണ്ട്, കുറേ പേരുണ്ട്. അപ്പോൾ മിക്കവാറും എനിക്ക് തോന്നുന്നു അതിനകത്ത് ഷാനവാസിൻ്റെ ഫ്രണ്ട് ഉണ്ട്, പിന്നെ റണയ്ക്കറിയുന്ന ഒരാളുണ്ട്. അപ്പോൾ ഒരു 5 പേര് ഒറ്റയടിക്കാൻ വീട്ടിനകത്ത് കയറുമെന്ന് പറയുമ്പോൾ ഇപ്പോഴുള്ള ആ ഒരു സീൻ മൊത്തത്തിൽ മാറാൻ ചാൻസ് ഉണ്ട്. ഇപ്പോഴത്തെ എല്ലാ സ്ട്രാറ്റജിയും കളിയും ഇപ്പോൾ 2 ഗ്രൂപ്പാണ്, അത്രയേ ഉള്ളൂ. പക്ഷേ ഈ 5 പേര് വന്ന ഇവരുടെ സ്റ്റാൻഡ് എവിടെയാണ്, ആരോടൊപ്പം എന്നുള്ളത് മൊത്തത്തിൽ കളർ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ നാളെ വരാം. അപ്പോൾ മറക്കല്ലേ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബൈ.